റൂക്കാൻ പട്ടണത്തിന്റെ സ്ഥാപകനായ മിസ്റ്റർ സാം മൈഡ് 1913 റുക്കാനു മുകളിൽ ഒരു സോൾട്ട് സ്പീൽ അഥവാ സൂര്യകണ്ണാടി എന്ന ആശയം അവതരിപ്പിച്ചു. ശൈത്യകാലത്തും റുക്കാനിലെ സൂര്യന്റെ പ്രാധാന്യം അദ്ദേഹം കണ്ടു. ശൈത്യകാലത്ത് തന്റെ തൊഴിലാളികൾക്ക് സൂര്യപ്രകാശം ലഭിക്കാനുള്ള അവസരങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാം മൈഡിക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ചുരുക്കം ചില ആശയങ്ങളിൽ ഒന്നാണിത്. പകരം റുക്കാന്റെ നിവാസികളെ ശൈത്യകാല സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി അദ്ദേഹത്തിന്റെ പിൻഗാമികൾ 1928 ഒരു ഗൊണ്ടോള നിർമ്മിച്ചു. ഈ ഗൊണ്ടോളയെ ട്രോസോബാനൻ എന്നാണ് വിളിച്ചിരുന്നത്. നിലവിൽ ഗൊണ്ടോള പ്രവർത്തനരഹിതമാണ്. 2005 ഒരു കലാകാരനും പട്ടണത്തിലെ താമസക്കാരനുമായ മാർട്ടിൻ ആൻഡേഴ്സൺ ഈ ആശയം വീണ്ടും ഏറ്റെടുത്തു. സാം മൈഡിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഈ ആശയത്തിന്റെ 100 വർഷങ്ങൾക്ക് ശേഷം 2013 കണ്ണാടി ഔദ്യോഗികമായി തുറന്നു. ടൗൺ സ്ക്വയറിന് മുകളിലുള്ള കുത്തനെയുള്ള പർവ്വത മതിലിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ നിയന്ത്രിത ഹീലിയോസ്റ്റാറ്റ് സൂര്യരശ്മികൾ പിടിച്ചെടുത്ത് റുക്കാന്റെ സ്ക്വയറിലേക്ക് നയിക്കുന്നു. ജർമ്മനിയിൽ നിന്നാണ് ഇത് നിയന്ത്രിക്കുന്നത്. 3 ഹീലിയോസ്റ്റാറ്റുകളും കമ്പ്യൂട്ടർ നിയന്ത്രിത കണ്ണാടികൾ അടങ്ങിയിരിക്കുന്നു. അവ ചക്രവാളത്തിനു മുകളിലൂടെ സൂര്യന്റെ ചലനത്തെ പിന്തുടരുകയും അതിന്റെ കിരണങ്ങൾ റുക്കാന്റെ മാർക്കറ്റ് സ്ക്വയറിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു.